ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ആ പിറ്റേ ദിവസം എന്തോ സെക്രട്ടറിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇയാൾ എന്നോട് അമ്മായിയമ്മയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് അയച്ച മെസ്സേജൊക്കെ എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, പറയുക, വെറുതെ വഴക്കുണ്ടാക്കുക, ആരും ഇല്ലെങ്കിലും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അയാളുടെ ആരെങ്കിലും വരാൻ ഇരുന്നിട്ടുണ്ടാവണം. അതിപ്പോൾ ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകത്തില്ല, അത്രേ ഉള്ളൂ. പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. ഈ ഭീഷണിപ്പെടുത്തുന്ന ഉണ്ണീശോപാലിൻ്റെ കുറേ പ്രവൃത്തികൾ ഞാൻ ആദ്യം കൊടുത്ത 2 കംപ്ലൈൻറ്റ്, ഇന്റേണലി കൊടുത്ത 2 കംപ്ലൈൻറ്റിലും ഇയാൾ എന്നോട് മോശമായി പെരുമാറുന്ന കാര്യങ്ങൾ പരാമർശിച്ചാണല്ലോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ രാത്രിയിൽ അയക്കുന്ന മെസ്സേജുകളും ജോലി സംബന്ധമായിട്ട് എന്നെ പാതിരാത്രിയൊക്കെ പണിയെടുപ്പിക്കുന്നതിനുള്ള തെളിവ് സഹിതമാണ് വിളിച്ചവർ നോക്കിയിട്ടാണ് എൻ്റെ ഈ നടപടി റദ്ദാക്കിക്കൊണ്ട് അവർ പ്രസ് മീറ്റ് വെച്ചത്. പറയുന്ന ദിവസം മുതൽ അന്ന് വൈകുന്നേരം മുതൽ നീനാക്കുറുപ്പ് എന്നെ തുരുതുരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്നോട് പറയുന്നത്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം, മോളെ എന്നാണ് വിളിക്കാറ്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം. എന്നിട്ട് പറഞ്ഞ് ഇവർ എൻ്റെ നമ്പർ കൊടുത്ത പ്രകാരം എനിക്കറിയാത്ത പല മെമ്പേഴ്സും എന്നെ വിളിക്കുന്നു, എൻ്റെ ബയോഡേറ്റ വാങ്ങുന്നു. അപ്പോൾ ഇവരുടെ ഈ ധൃതി കണ്ടപ്പോഴേ എന്തോ ഒരു അസ്വാഭാവികത നമുക്കുണ്ട്. അതിനുശേഷമാണ് ഇവർ തന്നെ പല മെമ്പേഴ്സിനോടും കുക്കും ഉണ്ണിയും നമ്മുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞത് ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ചെയ്തത്. കാരണം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാനാണെന്ന് മനസ്സിലായതുകൊണ്ട് റെക്കോർഡ് ചെയ്തതാണ്. അതിനകത്താണ് ഈ വിക്ടിം കാർഡ് കളിക്കണമെന്നും ലക്ഷ്മിപ്രിയയുടെ കേസിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നും ഇങ്ങനെ കുറുപ്പനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനകത്താണ്. അത് മീഡിയയോട് സംസാരിച്ചതിനാണ് അവർ ആ ഒരു എക്സാമ്പിൾ എന്നോട് പറഞ്ഞത്. ചെയ്യാണ്. അപ്പോൾ ഇവരെന്നെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇവരും കുക്കു പരമേശ്വരനും ഭയങ്കര അടുത്ത കൂട്ടുകാരാണ്. ഈ 3 പേരും ഒരു ഗ്യാങ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാനാണ് ഇവർ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ അന്ന് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകളുണ്ട്, ഒരു കല്യാണമുണ്ട്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള തിരക്ക്, ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് പലതവണ. എന്തോ അധോലോകം പോലെയാണ് ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാമല്ലോ. അവിടെ ഒഫീഷ്യൽ കാര്യങ്ങൾ ഇവരാണ് തീരുമാനിക്കുന്നതല്ല. ഉണ്ണി ശിവപാലാണത്. എന്നെ ഫ്രണ്ട് ഓഫീസ് എക്സ്പെൻസ് നോക്കാൻ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഉണ്ണി ശിവപാലാണ് കൈകാര്യം. നിങ്ങൾ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഈ പ്രശ്നമുണ്ടോ? ഈ ഉണ്ണി ശിവപാൽ ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ആ പിറ്റേ ദിവസം എന്തോ സെക്രട്ടറിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇയാൾ എന്നോട് അമ്മായിയമ്മയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് അയച്ച മെസ്സേജൊക്കെ എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, പറയുക, വെറുതെ വഴക്കുണ്ടാക്കുക, ആരും ഇല്ലെങ്കിലും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അയാളുടെ ആരെങ്കിലും വരാൻ ഇരുന്നിട്ടുണ്ടാവണം. അതിപ്പോൾ ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകത്തില്ല, അത്രേ ഉള്ളൂ. ഈ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ രണ്ടാമത് ശ്വേതടക്കം റദ്ദാക്കിയിരുന്നല്ലോ, അതായത് പുറത്താക്കിയ നടപടി റദ്ദാക്കിയതിനു ശേഷം ഓഫീസിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം അതല്ലാതെ ഈ ഒഫീഷ്യൽ കാര്യങ്ങളല്ലാതെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ ഇതിപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഇത്രയും വലിയൊരു കഥ അവിടെ അവതരിപ്പിച്ചു, അത് കള്ളക്കഥയാണെന്ന് ഈ പറഞ്ഞ സെക്യൂരിറ്റിയെ വിളിച്ചു നിർത്തി സംസാരിച്ചത് പൊളിഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ കുക്കു പരമേശ്വരൻ ഇപ്പോഴും ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഞാൻ വീട്ടിലിരിക്കുന്നത് ഇല്ല. ഉണ്ണീശുപാല് കുക്കു പരമേശ്വരനും സംസാരിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് നീനാക്കുറുപ്പ്. അപ്പം ഞാനാണ് കുറ്റം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ, അത് നിങ്ങൾക്ക് അവരുടെ കംപ്ലൈൻറ്റിനുള്ള ഉത്തരം തന്നെ അവരുടെ ആ ഓഡിയോ പുറത്തായതിനകത്തുണ്ട്. അവർ തന്നെ പരാതിയിൽ ഭീഷണിപ്പെടുത്തുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ, അതായത് രണ്ടാമത് ജോലി പ്രവേശിച്ചതിന് ശേഷം ഈ നീനാക്കുറുപ്പിൻ്റെ കോളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അവർ പറയുന്നുണ്ടല്ലോ, കമ്മിറ്റി ആയിരിക്കാം ഇത് പുറത്ത് വിട്ടത്, നീ ആയിരിക്കത്തില്ല, പക്ഷെ നീ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും
എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ പുറത്ത് വിട്ടൊരു സാധനമാണെങ്കിൽ ഞാനത് എങ്ങനെ പ്രൂവ് ചെയ്യും? അത് ഭീഷണിയാണല്ലോ അത്. അതിലിപ്പോൾ ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫീസിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവിടെ നടക്കുന്നതൊന്നും പിന്നെ എന്തോ അയക്കാമ്പൊക്കെ നടന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞത്, അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ നീന ഉൾപ്പെടെയുള്ള വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം അമ്മ പ്രസിഡന്റ് ആള് ഇതിൽ അൾട്ടിമേറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അവരെ അറിയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അതിൽ നീനാക്കുറിപ്പ് ഇങ്ങനെ സ്ഥിരം എന്നെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അവരോട് ഇനി സംസാരിക്കുന്നില്ല. അപ്പം മീറ്റിങ്ങിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നീനാക്കുറിപ്പിനോട് സംസാരിക്കേണ്ടെന്ന് പറയും. നീനാക്കുറിപ്പ് എന്നോട് സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ പോലും അന്തം വിട്ടോ, ഇത്രയും സ്നേഹമുള്ള റേഡിയാണോ എന്ന് തോന്നിപ്പോൾ. മോളെ എന്ന് വിളിച്ചിട്ട് അവരെനിക്ക് എന്തൊക്കെ ഉപദ്രവം ചെയ്യാമോ അതൊക്കെ ചെയ്യും. ശല്യം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഇവര് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറഞ്ഞു ജനറൽ ബോഡിയിൽ നമുക്കിത് സംസാരിക്കാമെന്നാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ആയ സ്ഥിതിക്ക് എനിക്കൊരു ഉറപ്പില്ല. ജനറൽ ബോഡിക്ക് മുന്നേ എന്നെയോ ഈ പറയുന്ന മുഹമ്മദിനെയോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും എനിക്ക് പേടിയുണ്ട്. അപ്പം മുഹമ്മദ് ആത്മഹത്യ ചെയ്യുന്ന ഒക്കെ പറഞ്ഞാണ് ഈ കമ്മിറ്റിയിൽ ഇവർ ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം മുഹമ്മദിനെ കൊന്നിട്ടത് ആത്മഹത്യയാക്കാൻ അത് മുഹമ്മദിൻ്റെ ഓഡിയോയിലുണ്ട്. മുഹമ്മദ് ഇല്ലാതായാൽ അത് എൻ്റെ തലയിൽ വരുന്ന രീതിയിലാണ് ഇവർ കഥ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അയാൾ തന്നെ പറയുന്നത് ആ ഓഡിയോയിലുണ്ട്. തുടർന്നും അമ്മയിൽ തന്നെ ജോലി ചെയ്യാനാണോ തീരുമാനം? എന്താണ് അതിൻ്റെ ആദ്യ നിലപാട്? എന്താണ് അമ്മയിൽ തന്നെ ജോലി ചെയ്യാമെന്ന് ഞാൻ നേർന്ന് നടക്കുന്ന ആളൊന്നുമല്ല. എനിക്കിപ്പം ഇത്രയും അപമാനം ഉണ്ടായ സ്ഥിതിക്ക് ഇതിൻ്റെ മുന്നോട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളത്. ഈ ടെർമിനേഷൻ നടന്ന ശേഷമേ ഒറ്റ ദിവസം പോലും പോകണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം ഒറ്റ ദിവസം ഞാനല്ലല്ലോ തീരുമാനിച്ചത്. ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്ന് അമ്മ അസോസിയേഷനിലുള്ളവരല്ലേ തീരുമാനിച്ചത്. അല്ല, ടെർമിനേഷൻ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്ന് അവർ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ ഓഫീസിൽ വരുന്നിടത്തോളം ഞാൻ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ്. ആരാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞത് വീട്ടിലിരുന്നോ? കാരണം അവർ തിരിച്ചെടുത്തു എന്ന് മാത്രമേ തിരിച്ചെടുത്തു എന്ന്, അത് മീഡിയയുടെ മുമ്പിൽ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എവിടെ നിന്നുള്ളത് ആരെങ്കിലും ചോദിച്ചോ? അല്ല, അത് ആരാ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നത് ആരാ? പ്രസിഡന്റാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണോ? എന്താണ് അറിഞ്ഞൂടെ? സാലറി ഒക്കെ വന്നാലല്ലേ ജോലി ഇതാകുന്നത്. ഞാനിപ്പോൾ ലേബർ ഓഫീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. തൊഴിൽ പീഡനവും ഈ പാതിരാത്രി ജോലി ഏൽപ്പിച്ചതിനുള്ള പരിഹാരവും ഒക്കെ. ഈ ഓവർ ടൈം ചെയ്തതിനൊന്നും 5 പൈസ തന്നിട്ടില്ല എനിക്കതൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ ലേബർ ഓഫീസിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഗ്രൂപ്പ് ഇവര് തന്നെ, സെക്രട്ടറിയും നീനാക്കുറുപ്പ് ഉണ്ണീശോപാലും പിന്നെ 1-2 പേരും കൂടെ ഉണ്ട്. അവര് നിഷ്പക്ഷമാണെന്ന് പുറമെ കാണിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതുപോലെ ഇപ്പം നീനാക്കുറുപ്പിന്റെ ഓഡിയോ ഈ മുഹമ്മദ് വിട്ട ഓഡിയോയിലാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഇവരിതിനുണ്ടെന്നുള്ളത്. അതുപോലെ അവർ തന്നെ ഓരോന്ന് പുറത്ത് വന്നു. ഈ അൻസിബ ഹസന്റെ ഒരു പുതിയ പരാതി വന്നിട്ടുള്ളൂ. അതും നിങ്ങളുടെ പരാതി തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? എല്ലാത്തിന്റെ അറ്റത്ത് നീനാക്കുറുപ്പ് ചേച്ചി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാല്ലോ എന്തായിരിക്കും. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, നിനക്ക് അകത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, നീ എന്തിനു പുറത്ത് പറഞ്ഞു ചോദിക്കുന്നത്. ഇതേ ആള് തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് 1-2 ദിവസമായല്ലേ ഇവരുടെ ഒരു കംപ്ലൈന്റ് ടിനി ടോമിനെതിരെ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ മീഡിയയിലൊക്കെ. അതാരാ പുറത്തു വിട്ടത്? അകത്ത് മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ അകത്ത് അവരയച്ച മെയിൽ ആക്സസ് ഞങ്ങൾക്ക് ആർക്കും ഇല്ല, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മറ്റുള്ളവർക്കും ഇല്ല. അപ്പോൾ ഇതാരായിരിക്കും പുറത്തു വിട്ടത്? ഈ നീനാക്കുറുപ്പ് കുക്കു പരമേശ്വരൻ ഉണ്ണിച്ചോപാലും അറിയാതെ ഇത് പുറത്ത് പോവോ? അപ്പോൾ ഇവർ തന്നെ പുറത്ത് വിട്ടിട്ട് ഇവർ തന്നെ വിക്ടിം കാർഡ് കളിക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞ ആൾ, അത് ഓഡിയോയിൽ അവർ തന്നെ പറയുന്നത് കേൾക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇത് അടുത്ത സംഭവം ഉണ്ടാക്കിയിട്ട് വിക്ടിം കാർഡ് കളിക്കുകയല്ല എന്താ ഉറപ്പ്? ടിനി ടോമിനെതിരെയും ഗൂഢാലോചന ടിനി ടോം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പേഴ്സണലി ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് മാന്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ അവരെ മോശമായിട്ട് ഈ പറയുന്ന അൻസിബയെക്കുറിച്ച് വളരെ മോശമായിട്ട് എൻ്റെ മുമ്പിൽ ഇത് സംസാരിച്ച ആൾ കുക്കു പരമേശ്വരനാണ്. അതേക്കുറിച്ച് പരാതിയൊന്നും വന്ന് ഞാൻ കണ്ടിട്ടുമില്ലല്ലോ. ഈ അൻസിബയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നീനാക്കുറുപ്പാണ് അൻസിബയോട് പറഞ്ഞത്. അതായത് ടിനി ടോം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കമ്മിറ്റിയിൽ നിന്നുള്ള കാര്യം മൊബൈൽ വഴി കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളെ വിളിച്ചിട്ട് ഇത് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ആരാണ് അവിടെ ലീക്ക് ചെയ്യുന്ന ആൾ? അപ്പോൾ കമ്മിറ്റിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുറത്തു പോകണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ടിനി ടോമിൻ്റെ പരാതി വരെ മീഡിയയിൽ വരണമെങ്കിൽ ആരായിരിക്കും മീഡിയ ആയിട്ട് പുറത്തു വിട്ട ആൾ? ഉറപ്പായിട്ടും. നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ്? എൻ്റെ പരാതിയിൽ എല്ലാ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ നടപടി, എൻ്റെ ടെർമിനേഷൻ നടപടി അവർ റദ്ദാക്കിയതും വിത്ത് എവിഡൻസ് ചെക്ക് ചെയ്തിട്ടാണ്. ആ എവിഡൻസ് എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം എന്നെ അവർ വേറെ മറ്റു രീതിയിലൊന്നും അപായപ്പെടുത്താത്തിടത്തോളം കാലം ഞാൻ നിയമപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ശരി.
എന്താണ്